Hey guys, welcome back to our channel. ഒരു ജാതി ജാതകം എന്ന് പറയുന്ന മൂവി അങ്ങനെ നമ്മൾ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ നായകനാകുന്ന പുതിയ പടമാണ് ഗൈസ് ഒരു ജാതി ജാതകം. അപ്പോൾ എം മോഹനനാണ് പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. പടം എഴുതിയേക്കുന്നത് രാകേഷ് മന്ധോടി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ശിഷ്യം വന്ന് 2 പടം തകർത്താടിയിട്ട് പോയിട്ടുണ്ട് ജാനുവരി. ഇപ്പോൾ ജാനുവരി ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ആശാന്റെ വക കിടുക്കുന്ന ഒരു പടമായിട്ടാണ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ വന്നിരിക്കുന്നത്. സംഭവം എന്താ പറയാ, ഇപ്പം ഒരു 35 ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ് ഒരു ജാതി ജാതകം. ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും അതിലുപരി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് അച്ഛൻ ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരനാണ്. ഈ പുള്ളിക്കാരൻ്റെ പേര് വലിയ പിടുത്തമില്ല. പുള്ളിക്കാരൻ എന്നാ നാം കേസ് കൊടുക്കുന്ന പടത്തിനകത്ത് ജഡ്ജായിട്ടുള്ള അഭിനയിച്ച പുള്ളിക്കാരനല്ലോ, ആ പുള്ളിക്കാരനാണ് ഇതിനകത്ത് വിനീത് ശ്രീനിവാസന്റെ അച്ഛൻ്റെ റോൾ ചെയ്തിരിക്കുന്നത്. യജാതി അച്ഛൻ എന്ന് പറഞ്ഞാൽ കിടുക്കുന്ന അച്ഛനാണ് പുള്ളി. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് ആ അച്ഛൻ ക്യാരക്ടറാണ് കൊണ്ടുപോയേക്കുന്നത്. കാരണം തന്ത വൈബ് എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി തന്തയാണ്. പുള്ളിയുടെ കൗണ്ടർ ആയിക്കോട്ടെ. കാരണം ഈ 38 ഒക്കെ ആയിട്ട് കല്യാണം കഴിക്കാതിരിക്കുമ്പോഴത്തേക്ക് നാട്ടിലും വീട്ടിലൊക്കെ പറയുമല്ലേ അവനെന്തോ കുഴപ്പമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കുഴപ്പമുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ കേട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടുകാർ നമ്മളെ തന്നെ കുറച്ച് വേറൊരു കാറ്റഗറിയിലിട്ട് അല്ലെങ്കിൽ നാട്ടുകാർ വേറെ കുറെ കാറ്റഗറിയിലൊക്കെ നമ്മളെ ആക്കുമല്ലോ. ഇപ്പൊ ഇങ്ങനെ കുറെ കാറ്റഗറി ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. സോ ആ ഒരു കമ്മ്യൂണിറ്റി സൈഡിലോട്ടൊക്കെ നമ്മളെ മാറ്റി അത് നമ്മൾ അങ്ങനല്ല ഇങ്ങനെയാന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ലെജൻസിന് മനസ്സിലാവുന്ന ഒരു സീൻ വരുമ്പോൾ, അത് സെക്കൻഡ് ഹാഫിൽ വരുന്ന സീനാണ്. ആ സീൻ വരുമ്പോഴത്തേക്ക് തന്തയുടെ അല്ലെങ്കിൽ ആ അച്ഛൻ ക്യാരക്ടർ ചെയ്ത ആ പുള്ളിക്കാരൻ്റെ ഒരു ഡയലോഗ് ആയിക്കോട്ടെ, പുള്ളിക്കാരൻ്റെ റിയാക്ഷൻ ആയിക്കോട്ടെ, പുള്ളിക്കാരൻ പോയി അമ്മ ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരുടെ സന്തോഷം അറിഞ്ഞറിയിക്കുന്ന കുറേ സീനും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമാണ്. അത് ആ സീനർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ലെജൻഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ സീൻ മനസ്സിലാവുന്നതായിരിക്കും. സോ കിടുക്കൻ പടവാടെ എന്താ പറയുക, കുറേ ഇതിനകത്ത് കോൺട്രവേഴ്സി ഉണ്ടാവാനുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. കാരണം പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റീസിനെ പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മളെ കറക്റ്റായിട്ട് ആ ഒരു ക്യാരക്ടറിനെ നമുക്കും കുറച്ച് ഡൗട്ട് ഉണ്ടാക്കുന്ന രീതിക്ക് എന്നാൽ പിന്നെ അത് അങ്ങനെ ആയിരിക്കും, ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, എന്നാൽ പിന്നെ അത് അങ്ങനെയല്ല എന്നൊക്കെ നമ്മളെ കുറച്ച് കൺഫ്യൂഷൻ ആകാനും കുറച്ച് കുഴപ്പിക്കാനും ഒക്കെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല, അല്ലെങ്കിൽ നമ്മളുടെ ചിന്താഗതി തെറ്റാണ്, അല്ലെങ്കിൽ അത് ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മളെ കറക്റ്റ് മനസ്സിലാക്കി കൊണ്ടുവരാനും ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും നല്ല കിടിലോസ് ക്യാരക്ടറാണ് അഭിനയിച്ചേക്കുന്നത്. എല്ലാവർക്കും എല്ലാവരുടെ റോളും നൈസായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ബാബുവിനെ ആയിക്കോട്ടെ, പുള്ളിക്കാരനെ കിട്ടിയ സ്പേസും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വിനീത് ശ്രീനിവാസന്റെ പെങ്ങളുടെ റോള് ചെയ്യുന്ന ആയിക്കോട്ടെ, എനിക്ക് തോന്നുന്നു കസിൻസായിട്ട് വരുന്നവരുടെ റോളും കാര്യങ്ങളും കൂട്ടുകാരായിട്ട് വരുന്ന റോളും കാര്യങ്ങളും ഒക്കെ അവരൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് ആൻഡ് നൈസ് എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. കംപ്ലീറ്റ് ചിരി മഴയായിരുന്നു തിയേറ്റർ കംപ്ലീറ്റ്. സോ എന്തായാലും ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ പോയെടുത്ത് വലിയ ആദരവൊന്നും ഇല്ലായിരുന്നു രാവിലത്തെ ഷോയ്ക്ക്. ബട്ട് ഒരു കാര്യം ഉറപ്പാണ്, ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇനി അങ്ങോട്ടുള്ള ഉച്ചക്കത്തെ ആയിക്കോട്ടെ, വൈകിട്ടത്തെ ആയിക്കോട്ടെ, നൈറ്റ് ഷോ ആയിക്കോട്ടെ, എവരി ഷോ ഹൗസ്ഫുൾ ആയിരിക്കും. എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടെ റിലേറ്റ് ആവാൻ പറ്റുന്നത് ഈ ഒരു 35 അല്ലെങ്കിൽ ക്ലോസ് ടു 38 അല്ലെങ്കിൽ 40 ഒക്കെ ആയിട്ടും കല്യാണം കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ലാത്തവർക്കും അവരുടെ ഫാമിലിക്കും അതിനെ ചുറ്റുപറ്റിയുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ഈ പടം റിലേറ്റ് ആവുന്നത്. വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആ ഒരു എൻ്റർടൈനർ ഈ പ്രാവശ്യവും പുള്ളിയുടെ ആ ഒരു പുള്ളിയിൽ നമ്മൾ അർപ്പിച്ച കുറച്ച് വിശ്വാസം കാര്യങ്ങളും പുള്ളി ഈ പ്രാവശ്യം തെറ്റിച്ചിട്ടില്ല. പുള്ളി നൈസായിട്ട് തന്നെ പടം അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ നല്ല കിടുക്കം പടമൊക്കെ വരട്ടെ. സോ ഇപ്പം നമ്മളെന്തെങ്കിലും കുറേ ആക്ഷൻ പടങ്ങളും കുറച്ച് ത്രില്ലർ ബേസ് ആയിട്ട് വരുന്ന പടങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇതിപ്പം ഒരു എൻ്റർടൈനർ പടമാണ്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങൾ ചിരിച്ച് അടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റിയ പടമാണ് ഒരു ജാതി ജാതകം. സോ അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, മസ്റ്റായിട്ട് കാണുക. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാകാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പല കമ്മ്യൂണിറ്റീസിനെ പറ്റി പറയുന്നത് കൊണ്ട് എന്നാലോട്ട് ആരെയും മോശമായിട്ട് കാണിച്ചിട്ടുമില്ല. എല്ലാവർക്കും വേണ്ട ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ നല്ല രീതിക്കാണ് പടം പോയേക്കുന്നത്. സോ അപ്പോൾ എല്ലാവരും പോയി കാണുക, കിടുക്കം പടപാടെ, ഒന്നും ആലോചിക്കേണ്ട. നൈസായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോവുക, ടിക്കറ്റ് എടുക്കുക, നൈസായിട്ട് ഇരുന്ന് കാണുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.